ഹലോ നമസ്കാരം. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ കടപ്പാട്ടൂർ വീട്ടിൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരിക്കുക കേട്ടോ. എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ വൈജയന്തി വേലക്കാരോട് പറയുന്നുണ്ട് ഇവിടെ ഇരുന്ന് കഴിച്ചോ എന്ന് പറയാണ്. അന്നേരം അത് കണ്ട് സംസാരിക്കുന്ന ബാലചന്ദ്രൻ പറയാണ്, വൈജയന്തി ഇവിടെ മുന്നേ അലീന വേലക്കാരിയായി വന്നപ്പോൾ അവളെ ഈ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നീ സമ്മതിച്ചിരുന്നു എന്ന് ചോദിക്കുകയാണ്. അന്നേരം വൈജയന്തി പറയുന്നത് അന്നേരം ആ നിയമം ഉണ്ടായിരുന്നില്ല, പിന്നീട് നിങ്ങൾ തന്നെ ആ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ അലീന പോയതോടുകൂടി ആ പരിഗണന ഞാൻ അങ്ങ് റദ്ദാക്കി എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്നവളെ നിങ്ങൾക്ക് ഇരുത്താമെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വന്നവളെ എനിക്ക് ഇരുത്താമെന്ന് പറയാണ്. എന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ ശരി, നിങ്ങൾ രണ്ടാളും ഈ ഡൈനിങ് ടേബിൾ ഉപയോഗിച്ചാൽ നമ്മൾ വേറെ ഡൈനിങ് ടേബിൾ ഉപയോഗിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രനും രോഹിത്തും ബബിതയും എഴുന്നേക്കുക കേട്ടോ. ആ സമയത്ത് കൃഷ്ണമോള് പറയുന്നുണ്ട് എൻ്റെ ചേച്ചി ഇവിടെ കുടുംബം കലക്കാൻ വന്നതാണോ അതോ പണിക്ക് വന്നതാണോ ചോദിക്കുകയാണ്. അന്നേരം വേലക്കാരി ചേച്ചി പറയുന്നുണ്ട്, അയ്യോ മോളെ ഞാനിവിടെ ജോലിക്ക് വന്നതാണ്, ഞാൻ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നു, ഞാൻ എല്ലായിടത്തും അടുക്കളയിൽ തന്നെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കാറെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടുക്കളയിലേക്ക് പോവാട്ടോ ചേച്ചി. ശേഷം രോഹിതും ബബിതയും ബാലചന്ദ്രനൊക്കെ തിരിച്ച് വന്ന് അവിടെ തന്നെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് രാവിലെ ആട്ടോ. രാവിലെ വൈജയന്തി ഉറങ്ങിണീക്കുമ്പോഴേക്കും കൃഷ്ണമോളും മുറ്റടിക്കുന്നുണ്ട്. പുതിയ വേലക്കാരി ചേച്ചിയാണെങ്കിൽ നല്ലപോലെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് റൂമിൽ പോയിട്ട് മുട്ടി വിളിക്കുന്നുണ്ട്. മുട്ടി വിളിക്കുന്ന സമയത്ത് ഡോർ തുറക്കുവാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളെന്താ എഴുന്നേൽക്കാതെ, ഇപ്പോഴാണ് എഴുന്നേറ്റ് വരുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം വേലക്കാരി ചേച്ചി പറയുന്നത് എത്ര സമയമായി പറയാണ്, 6:30 എന്ന് പറയാണ്. അന്നേരം വേലക്കാരി ചേച്ചി പറയുന്നുണ്ട് ഞാൻ 6:45 എണീക്കാറെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അത് പറ്റില്ല, ഇനി 5:30 എഴുന്നേൽക്കണം എന്നും പറയാണ്. അന്നേരം വേലക്കാരി ചേച്ചി പറയാണ് 5:30 പറ്റത്തില്ല, 6:15 ഞാൻ എഴുന്നേക്കാമെന്ന് പറയാണ്. എന്നിട്ട് പറയണം നീ ഈ ബെഡിലാണോ കിടന്നത് പറയാണ്. ഇനി മുതൽ താഴെ കിടക്കണം, നിനക്ക് പായൊക്കെ തന്നതല്ലേ എന്ന് പറയാണ്. എന്നിട്ട് സെർവൻ്റ് ചേച്ചി പറയുന്നുണ്ട് അത് എനിക്ക് പറ്റത്തില്ല, എനിക്ക് നടുവേദന ഒക്കെയാണെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നത് ശരി നടക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകാട്ടോ. എന്നിട്ട് നേരെ വൈജയന്തി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കൃഷ്ണമോള് ചായ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് അമ്മക്ക് ചായ കിട്ടിയോ എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഇല്ല എന്ന് പറയാണ്. എന്നിട്ട് കൃഷ്ണമോള് ഒരു കപ്പ് ചായ കൊടുക്കുക കേട്ടോ. എന്നിട്ട് കുടിക്കുന്നുണ്ട്. എന്നിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട് ആരാ ഈ ചായ ഇട്ടത് എന്ന് പറയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് ഇവിടെ ആരിട്ടാലും ഇതേ ടേസ്റ്റാണ് ഉണ്ടാവാറ്, അലീന ചേച്ചി പഠിപ്പിച്ചു തന്നാന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അതെന്തിനാ ഇടയ്ക്കിടയ്ക്ക് അവളെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവൾ പോയില്ലേ, ഇനിയെങ്കിലും മിണ്ടാതിരുന്നൂടെ എന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ബബിത എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ്. അന്നേരം കൃഷ്ണമോള് പറയുന്നുണ്ട് വാ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാം കേട്ടോ. ആ സമയത്ത് ബബിതയാണെങ്കിൽ അടുക്കളയിൽ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. രോഹിത്താണെങ്കിൽ എന്തൊക്കെയോ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ബബിത നോക്കുക കേട്ടോ വൈജയന്തിയെ. എന്ന് പറയുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെ നോക്കുന്നതെന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഇങ്ങനെ അടുക്കളയിലേക്ക് പണിയെടുക്കുന്നത്, അതിന് വേണ്ടിയില്ലേ ഞാനിവിടെ ഒരു വേലക്കാരിയെ വെച്ചിരിക്കുന്നതെന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് നിങ്ങളെ പണി എന്ന് പറയുന്നത് പഠിക്കൽ മാത്രമാണ്, അല്ലാതെ വീട്ടിൽ പണിയെടുക്കലല്ല എന്ന് പറയാണ്. അന്നേരം ബബിത പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ വെച്ചുണ്ടാക്കുമെന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി, ഇത്ര നാളും അതിനു മുന്നേയും ഞാൻ പറയുന്നതല്ലേ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്, ഇനിയും ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് പറയാണ്. അങ്ങനെ ദേഷ്യത്തോട് ബബിത കയ്യിലുണ്ടായിരുന്ന ദോശച്ചട്ടൊക്കെ എടുത്തിട്ട് വൈജയന്തിയുടെ കയ്യിൽ കൊടുക്കുക കേട്ടോ. അതിനിടയിൽ കുളത്തുപുഴയിലേക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീനയും വല്യപ്പച്ചനും സ്റ്റാലിനൊക്കെ കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഡൈനിങ് ടേബിൾ വന്നിട്ടുണ്ട്. വല്യപ്പച്ചന് അലീന വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ ചോറൊക്കെ. അങ്ങനെ ആ സ്റ്റാലിൻ ചോദിക്കുന്നുണ്ട് അലീന കഴിക്കുന്നില്ലേന്ന്. എന്നിട്ട് അലീന പറയുന്നുണ്ട് കഴിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചോറെടുത്ത് കഴിക്കാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ കൈ കൊണ്ട് വാരത്ത് കഴിക്കുന്ന സമയത്ത് സ്റ്റാലിൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട് നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇവിടെ ഡൈനിങ് ടേബിൾ ഒരു ഡിസിപ്ലിൻ ഉണ്ട്, അത് പാലിക്കണം എന്ന് പറയണം. ഇതൊന്നും കേൾക്കാതെ പിന്നെയും കൈ കൊണ്ട് വാരി തിന്നു കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഇങ്ങനെ ചോറിൽ കറിയൊക്കെ ഒഴിച്ചിട്ട് എങ്ങനെയാണ് സ്പൂൺ കൊണ്ട് കഴിക്കുക, എനിക്ക് കൈ കൊണ്ടേ വാരി തിന്നാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും കൈ കൊണ്ട് വാരി തിന്നു കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ ദേഷ്യത്തോടെ പിന്നെയും സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അലീന വല്യപ്പച്ചനോട് പറയുന്നുണ്ട് നമ്മൾ ഓർഫനൈസിലായിരുന്നപ്പോൾ കൈകൊണ്ട് കൂട്ടി കുഴച്ച് വാരി തിന്ന് ഒക്കെയാണ് നമുക്ക് ശീലം, എല്ലാവരും ഓരോ കറികൾ കൊണ്ടുവരും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്താൽ ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നത്, ലാസ്റ്റ് ആ കഴിയിലുള്ള ചോറും കറിയൊക്കെ കഴിക്കാൻ എന്തൊരു ടേസ്റ്റാന്നൊക്കെ പറയാം കേട്ടോ. അന്നേരം വല്യപ്പച്ചൻ പറയുന്നത് ശരിയാ മോളെ നീ പറഞ്ഞത് ശരിയാന്നൊക്കെ പറയാം കേട്ടോ. പിന്നെയും അവൾ ചോറ് കൈ കൊണ്ട് തന്നെ കഴിക്കുക കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ അവിടെ ഫോർക്കും സ്പൂണും ഒക്കെ അവിടെ തന്നെ വെച്ച് ദേഷ്യപ്പെട്ട് എണീറ്റ് പോവുക കേട്ടോ.
പിന്നീട് അലീന ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കാൻ പോവാട്ടോ. കിടക്കാൻ പോകുന്ന സമയത്ത് സ്റ്റാലിന് വാതിൽ മുട്ടുവാട്ടോ. അലീന തുറന്നു നോക്കുമ്പോഴേക്കും സ്റ്റാലിനാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്താക്കുക അലീന എന്ന് ചോദിക്കുകയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് ഞാൻ കിടക്കാൻ തുടങ്ങുവാണെന്ന് പറയാണ്. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നുണ്ട് ഓ സോറി എന്നാലെന്ന് പറയാണ്. അന്നേരം അലീന ചോദിക്കുന്നുണ്ട് എന്താ പപ്പ എന്താ വേണ്ടതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ അകത്തോട്ട് വന്നോട്ടെ ചോദിക്കുകയാണ്. എന്നിട്ട് അലീന പറയുന്നുണ്ട് ആ വാ പപ്പ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടാളും സംസാരിക്കുക കേട്ടോ. സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാൻ ഈ വീട്ടിലൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ആ ഡിസിപ്ലിൻ മാറ്റാൻ ആരും ഞാൻ സമ്മതിക്കാറില്ല എന്ന് പറയാണ്. എനിക്കിവിടെ ഫുഡ് കഴിക്കാനും എഴുന്നേൽക്കാനും ഫുള്ള് ഒരു ടൈമുണ്ട്, ആ ടൈമിൽ മാത്രമേ ഞാനിവിടെ എന്നും ചെയ്യാറുള്ളൂ എന്ന് പറയാണ്. അതിന് പറ്റുന്ന ആൾക്കാരും ഇവിടെ ഉണ്ട് എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അതൊക്കെ ഒരു ഡിസിപ്ലിനാണോ പപ്പ ഇവിടുത്തെ ജോലിക്കാർക്ക് പൈസ കൊടുക്കുന്നു, അതുപോലെ അവർ അനുസരിക്കുന്നു. ഒരു കയ്യിൽ സിഗരറ്റും മറ്റേ കയ്യിൽ കള്ളുമായിട്ട് നടക്കുന്ന പപ്പ ഒരു ഡിസിപ്ലിനാണോ എന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാണ്ടല്ലേ ഒരു സൈഡിൽ ഇരുന്നിട്ടല്ലേ കഴിക്കുന്നത്, അതിനെന്താ ഇപ്പോൾ പ്രശ്നം എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അതല്ല പപ്പയോട് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം പറയാണ് വലിയും കുടിയൊക്കെ നിർത്തണമെന്ന്, പപ്പയ്ക്ക് അത് പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഇല്ല എന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നുണ്ട് അതുപോലെ തന്നെ ഞാനും വളർന്നു വന്ന സാഹചര്യവും ശീലങ്ങളും ഒക്കെയുണ്ട്, അതൊരു ദിവസം പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നതല്ല, പക്ഷേ ഒരു ദിവസം ഞാൻ അതൊക്കെ ശീലമായിക്കോളാം എന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് അലീന പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റിന് സോറി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സ്റ്റാലിൻ പറയുന്നത് ഇറ്റ്സ് ഓക്കെ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുക കേട്ടോ. പുറത്തിറങ്ങുന്ന സമയത്ത് അലീന പറയുന്നുണ്ട് പാപ്പ തെറ്റെന്ന് തോന്നിയ കാര്യങ്ങൾ നമ്മൾ തിരുത്തുന്നതല്ലേ നല്ലതെന്ന് പറയാണ്. അന്നേരം സ്റ്റാലിൻ പറയുന്നുണ്ട് ഇവിടെ എന്താ തെറ്റെന്ന് പറയാണ്. അന്നേരം അലീന പറയുന്നത് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ ഗുഡ് നൈറ്റും പറഞ്ഞിട്ട് പോവാട്ടോ. ആ സമയത്ത് തിരിഞ്ഞു നിന്നിട്ട് ഒന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാലിൻ. പിന്നീട് കടപ്പാട്ട് വീട്ടിലെ പുതിയ സെർവൻ്റ് ചേച്ചി അവിടെ വെജിറ്റബിൾ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് ഇനി നമുക്ക് ഉച്ചക്കേത്തേക്കുള്ളത് അരിയാന്ന് പറയാണ്. അന്നേരം ചേച്ചി പറയുന്നുണ്ട് അതിൽ ചിക്കനും ഫിഷൊന്നും കണ്ടില്ല എന്ന് പറയാണ്. അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് നാളെ ശരിയാക്കാം, ഒരു ലിസ്റ്റ് തന്നാൽ മതി എന്ന് പറയാണ്. എന്നിട്ട് വൈജയന്തി പറയുന്നുണ്ട് എല്ലാ സാധനങ്ങളും അതാത് സ്ഥലത്ത് വെക്കണം, അങ്ങനെ വലിച്ചു വാരിയിടാൻ പാടില്ല എന്ന് പറയാണ്. പിന്നെ പറയാണ് നീ എന്നെ ചേച്ചിന്ന് വിളിക്കേണ്ട, മേഡെന്നോ കൊച്ചമ്മന്നോ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയാണ്.